കേരള രാഷ്ട്രീയത്തെയും പോലീസിനെയും പിടിച്ചുലച്ച പെരുമ്പാവൂർ വധക്കേസ് ദില്ലിയിലെ നിർഭയ കേസിനോടാണ് താരതമ്യം ചെയ്യപ്പെട്ടത്. പ്രാദേശിക കോളങ്ങളിൽ ഒതുങ്ങി നിന്ന വാർത്ത സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെയാണ് പൊതുസമൂഹത്തിന്റെ സൂക്ഷ്മ ശ്രദ്ധ ആകർഷിച്ചത്. കോളിളക്കം സൃഷ്ടിച്ച പെരുമ്പാവൂർ വധക്കേസിന്റെ നാൾ വഴികളിലേക്ക്. 2016 ഏപ്രിൽ 28 സംസ്ഥാനം 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. രാത്രി 8 മണിയോടെ പെരുമ്പാവൂർ കുറുപ്പംപടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമവിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സംഭവം പോലീസ് രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചുവെന്നാണ് ആദ്യമുയർന്ന ആക്ഷേപം. വിദ്യാർത്ഥിനിയുടെ ക്രൂര കൊലപാതകത്തിന്റെ ചിത്രം സഹപാഠികൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം സംസ്ഥാനത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി. വാർത്താമാധ്യമങ്ങളിലെ പ്രധാന വാർത്തയും എഡിറ്റോറിയലുകളുമായി. 2016 മെയ് 4 വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ആന്തരികാവയവങ്ങൾക്ക് വരെ ക്ഷതം സംഭവിച്ചിരുന്നുവെന്നും കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി. പകരം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AB ജിജിമോന് ചുമതല നൽകി. അയൽവാസിയായ ശ്രീലേഖ എന്ന വീട്ടമ്മയുടെ മൊഴി. പ്രതിയുടെ കടിയേറ്റ് വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലുണ്ടായ മുറിവ് സൂചിപ്പിക്കുന്ന പല്ലിന്റെ വിടവ്, വീടിന് 100 മീറ്റർ മാറി ലഭിച്ച പ്രതിയുടേതെന്ന് കരുതുന്ന ചെരുപ്പ്, കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിൽ അവശേഷിച്ച പ്രതിയുടെ ഉമിനീര്, ചർമ്മം എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA, മഞ്ഞ ഷർട്ട് എന്നിങ്ങനെ 8ഓളം നിർണായക തെളിവുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇതിനിടെ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായി. പുതുതായി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ അന്വേഷണ സംഘത്തെ മാറ്റാൻ തീരുമാനിച്ചു. 2016 മെയ് 28 ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നു. ജൂൺ 2 പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. ജൂൺ 16 പ്രതി അമീറുൽ ഇസ്ലാം അറസ്റ്റിലായ വിവരം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 20ഓളം പേരെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ശേഷമാണ് അന്വേഷണം അമീറുൽ ഇസ്ലാമിലേക്ക് എത്തിയത്. 2016 സെപ്റ്റംബർ 16 കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിചാരണ 2017 മാർച്ച് 13 ആരംഭിച്ചത്. അതേ വർഷം ഡിസംബർ 12 പ്രതി അമീറുൽ ഇസ്ലാം കുറ്റക്കാരനെന്ന് വിധിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ 14 അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ വിധിച്ചു. അപൂർവത്തിൽ അത്യപൂർവവും അതിക്രൂരവുമായ കൊലപാതകമെന്ന് വിലയിരുത്തിയായിരുന്നു കോടതിയുടെ സുപ്രധാന വിധി. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.